നമ്മളോട് പങ്കുവെക്കുകയാണ്. അലക്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. എയർപോർട്ടിൽ നിന്നും ഇങ്ങോട്ടുള്ള മാർഗമധ്യയാണ്. അടുത്തതായിട്ടുള്ളത് അപ്പച്ചൻ്റെ അനിയത്തിയുടെ ഭർത്താവ് സണ്ണി എബ്രഹാം കല്ലംപറമ്പിൽ ഫ്രം ബോസ്റ്റൺ അപ്പച്ചനെ പറ്റിയുള്ള ഓർമ്മ നമ്മളോട് പങ്കുവെക്കുന്നു. സണ്ണി എബ്രഹാം കല്ലംപറമ്പിൽ. ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛ, പ്രിയപ്പെട്ടവരായ മറ്റ് വൈദികരെ, സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല, സിസ്റ്റേഴ്സ്, ബഹുമാന്യരായ സ്നേഹിതരെ, എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ദുഃഖം കനം തൂങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ ആദ്യമായി ഞാൻ എന്നെ തന്നെയും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ മോളെ കൊച്ചമ്മയുടെ, ജെയിംസ് ചേട്ടൻ്റെ മോളെ കൊച്ചമ്മയുടെ അനുജത്തിയുടെ ഭർത്താവാണ്. ബോസ്റ്റണിലാണ്. ഏതാണ്ട് 41 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. അന്ന് മുതൽ ഈ 41 വർഷക്കാലവും ചേട്ടനുമായി വളരെയധികം ഇടപെടുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെ ഒന്ന് കൂടുതലായി വിവരിക്കുന്നതിനോ നിങ്ങളുടെ സമയം ചിലവഴിക്കുന്നതിനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ എത്ര പറഞ്ഞാലും അതിനെ പൂർണ്ണതയിലൊക്കെ ആക്കാനോ അത് പരിപൂർണമായി അവതരിപ്പിക്കാനോ എന്നെക്കൊണ്ടോ മറ്റാരെ കൊണ്ടോ സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ പ്രകൃതാവരണകളെ, സ്നേഹാദരവുകൾ എല്ലാം കൂടുതലായി അനുഭവിച്ചിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ അതൊന്നും പറഞ്ഞ് പ്രസക്തമാക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. വളരെയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ അവസ്ഥകളിൽ നേരിടുന്നതിനുള്ള ഒരു ദൗർഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ അദ്ദേഹം നേരിട്ടിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും യാതൊരു പരാതിയും യാതൊരു പരിഭവവും കൂടാതെ അദ്ദേഹം ദൈവത്തിൽ നിന്നും അതെല്ലാം സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയായിരുന്നു. അതിനൊന്നും ഒരിക്കലും ഈ 41 വർഷത്തിനിടയ്ക്ക് 10-23 വർഷക്കാലം പരസഹായത്തോടുകൂടി അദ്ദേഹം ജീവിച്ചെങ്കിലും അദ്ദേഹം യാതൊരു പരിഭവങ്ങളോ പരാതികളോ ആരോടും പറഞ്ഞിട്ടില്ല, ദൈവത്തോട് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാം സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി സ്വീകരിക്കുന്നതിന് കഴിവുള്ള അദ്ദേഹം സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പിതൃതുല്യനായ ഒരു വ്യക്തിയാണ്. സഹോദര നിർവിശേഷമായ സ്നേഹത്തിൻ്റെ മകുടോദാഹരണമാണ്. അനവധ്യമധുരമായ സ്നേഹത്തിൻ്റെ പ്രതീകമായ സുഹൃത്ബന്ധത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം. ഇതെല്ലാം അനുഭവിക്കാൻ നിങ്ങളെ പോലെയുള്ള എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്കും അത് ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇനിയും വളരെയേറെ ആളുകൾ പറയാനുണ്ട്. എങ്കിലും ഈ അടുത്ത കാലത്ത് ഈ തിരുവല്ലയിൽ ഉള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നും അയച്ച ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിൽ ഒരു ഹാസ്യ ആവിഷ്കരണം ഉണ്ടായിരുന്നു. അത് ചെറിയ തോതിൽ ഞാൻ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഒന്ന് പറയുകയാണ്. കാരണം ദുഃഖം കനം കെട്ടിയിരിക്കുന്ന അവസരത്തിൽ ഒരു ചെറിയ ടെൻസ് മാറ്റുന്നതിനുള്ള ഒരു അവസരമായി ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് മദർ തെരേസ. മദർ തെരേസ ഈ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മരിച്ചു. സ്വർഗത്തിലേക്ക് പോയ ഒരു ചരിത്രം, ഒരു ആവിഷ്കരണമാണിത്. മദർ തെരേസ സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പല കൊട്ടാരങ്ങളുണ്ട്. അതിലേറ്റവും വിശിഷ്ടരായ ആളുകൾ ചെന്നെത്തുന്നത് പത്രോസിൻ്റെ കൊട്ടാരത്തിലാണ് അവരെ നയിക്കുന്നത്. പത്രോസിൻ്റെ കൊട്ടാരത്തിൽ മദർ തെരേസയെ ആക്കി. അപ്പോൾ ഈ ഓരോ കൊട്ടാരങ്ങളുടെ കീഴിലും നരകമുണ്ട്. നരകത്തിൽ അതെല്ലാം ഈ സ്വർഗത്തിൽ ഈ കൊട്ടാരങ്ങളിൽ ഇരിക്കുന്നവർക്ക് കാണാം. അപ്പം
ഈ മദർ തെരേസയെ പത്രോസിൻ്റെ കൊട്ടാരത്തിലാക്കി കഴിഞ്ഞപ്പോൾ മദർ തെരേസ രാത്രിയിൽ കിടന്നുറങ്ങി. നേരം വെളുത്ത് എഴുന്നേറ്റ് പല്ലുമൊക്കെ തേച്ച് ഇങ്ങനെ ഇരുന്നു. ബെഡ് കോഫി നോക്കി, വന്നില്ല. ഒടുവിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. അത് ട്യൂണ സാൻഡ്വിച്ചും ആയിരുന്നു. മദർ തെരേസ അത് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ഉച്ചവരെ ഇരുന്നു. വളരെ നേരം ഉച്ചയ്ക്ക് വളരെ ലേറ്റായിട്ട് വീണ്ടും മാലാഖ വന്നു. ഈ വന്നപ്പോൾ ട്യൂണ സാൻഡ്വിച്ച് തന്നെ. മദർ തെരേസ ഓർത്തു, രാവിലെയും ട്യൂണ സാൻഡ്വിച്ച്, ഉച്ചയ്ക്കും ട്യൂണ സാൻഡ്വിച്ച്, വൈകിട്ടും അതുപോലെ തന്നെ വീണ്ടും ട്യൂണ സാൻഡ്വിച്ച്. മദർ തെരേസയ്ക്ക് അല്പം ദേഷ്യമൊക്കെ വന്നു. എന്നാലും മദർ തെരേസയൊന്നും ദേഷ്യപ്പെടുത്തില്ല. മദർ തെരേസ പെട്ടെന്ന് താഴെ നോക്കിയപ്പോൾ താഴെ വലിയ ഉത്സവങ്ങൾ നടക്കുകയാണ്, അവിടെ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. അപ്പോൾ പത്രോസ് ലീഗ വന്നു. പത്രോസ് ലീഗയോട് പറഞ്ഞു, ഇതന്നെ ഇങ്ങനെ ഈ ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടുമെല്ലാം ട്യൂണ സാൻഡ്വിച്ച്. അപ്പോൾ പത്രോസ് ലീഗ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്, ഇവിടെ മദർ തെരേസ മാത്രമേ ഉള്ളൂ ഈ ഇവിടെ, അത് ഒരാൾക്ക് വേണ്ടി ഒരു കുക്കിനെയൊക്കെ നിർത്താൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. തെരേസ വിഷമിക്കരുത് എന്തെങ്കിലുമൊക്കെ. അപ്പം നമ്മൾ ചിന്തിക്കാനായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ചില ഫുഡൂടെ കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. അത്യാവശ്യത്തിന് 1-2 ദിവസത്തേക്ക്, 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാശ്വതമായി പത്രോസ് ലീഗ നിങ്ങളുടെ വിശപ്പൊക്കെ മാറ്റിത്തരും എന്ന് പറഞ്ഞ് ഞാനത് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ചേട്ടന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചൊവ്വാഴ്ച വളരെ അവിചാരിതമായിട്ടാണ് ഇവിടെ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ബുധനാഴ്ച വന്നപ്പോൾ ചേട്ടന് ഇച്ചിരി അസ്വസ്ഥതയൊക്കെ കാണിച്ചു. എന്നാൽ ചേട്ടൻ മരിക്കുന്നതിന് മുമ്പായിട്ട് ഇത്രയും സൗഭാഗ്യകരമായ ഒരു മരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞാൻ 5-8 മരണങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതനാകാൻ സാധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും സംതൃപ്തമായ ഒരു മരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. എല്ലാവിധ ബാധ്യതകളും നിറവേറ്റിക്കൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തൻ്റെ കുടുംബത്തിലുള്ള തൻ്റെ പ്രിയപ്പെട്ടവരായ മക്കൾക്കെല്ലാം കൊടുത്തുകൊണ്ട് അദ്ദേഹം സുസ്മേരവതനായി വളരെ സന്തോഷപൂർവ്വം യാത്ര ചോദിച്ചു പോവുകയായി. ഏതായാലും അദ്ദേഹത്തെ പോലെ നല്ല മരണങ്ങൾ ലഭിക്കുന്നതിന് നമുക്കെല്ലാവർക്കും ഇടയാക്കട്ടെ. ഞാൻ എൻ്റെ വ്യക്തിപരമായ നിലയിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ബോസ്റ്റൺ സെൻറ്റ് സ്റ്റീഫൻസ്നായ ജേക്കബൈറ്റ് ചർച്ചിൻ്റെ പേരിലും, കാരണം മോള് കൊച്ചമ്മ ഇവിടെ വന്ന കാലത്ത് കുറേ നാൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആ പള്ളിയിലെ എല്ലാ വ്യക്തികൾക്കും മോള് കൊച്ചമ്മയെ അറിയാം. അതുകൊണ്ട് ബോസ്റ്റൺ സെൻറ്റ് സ്റ്റീഫൻസ്നായ ജേക്കബൈറ്റ് ചർച്ചിൻ്റെ പേരിലും എൻ്റെ അനുശോചനങ്ങളും സ്നേഹവും എല്ലാം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സണ്ണിയങ്കൾ. നമ്മളോടിപ്പോൾ ഓർമ്മകൾ പങ്കുവെച്ചത് മോളിയമ്മച്ചിയുടെ അനുജത്തി ലീലാമ്മച്ചേച്ചിയുടെ ഭർത്താവ് സണ്ണിയങ്കളാണ്. അടുത്തതായിട്ട് നമ്മുടെ മോളിയമ്മച്ചയുടെ പെരുമാച്ചേരിൽ കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിജോ എബ്രഹാം ഫ്രം ബോസ്റ്റൺ. ഗുഡ് ഈവനിങ് എവരിവൺ. എൻ്റെ പേര് പ്രിജോ എബ്രഹാം എന്നാണ്. മോളിച്ചിയുടെ സിസ്റ്ററിൻ്റെ മകനാണ്. വളരെ ദുഃഖകരമായ ഈ സന്ദർഭത്തിൽ ഞാൻ ജെയിംസ് അപ്പച്ചനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. എന്നും ഏറ്റവും കൂടുതൽ എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സായിരുന്നു ജെയിംസ് അപ്പച്ചൻ്റെ. അതിൻ്റെ 1-2 എക്സാമ്പിൾസ് ഞാൻ വളരെ ഷോർട്ട് ആൻഡ് ബ്രീഫായിട്ട് ഇവിടെ പറയുകയാണ്. ഒന്ന്, ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ റാന്നിയിൽ നിന്നൊക്കെ കോട്ടയത്ത് വരുമ്പോൾ ചാക്കോച്ചനോടും അവറാച്ചനോടും ഒക്കെ എൻ്റെ വെക്കേഷൻ ടൈമിൽ സ്പെൻഡ് ചെയ്യാൻ വരുമ്പോൾ ജെയിംസ് അപ്പച്ചനൊരു പിതാവ് തുല്യൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിലുപരി നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ സ്വീകരിക്കുകയും വൈകിട്ട് ടൗണിൽ പോയി ഇഷ്ടംപോലെ സാധനം മേടിച്ചു കൊണ്ടുവന്ന് തരികയൊക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട്.
വേറൊരു എക്സാമ്പിള്, ഞാൻ വളരെ ചെറുപ്പത്തിൽ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഒരു 2-3 ദിവസം കിടക്കേണ്ടി വന്നു. അന്ന് എൻ്റെ മദറിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു മെഡിക്കൽ കോളേജിലൊക്കെ വന്ന് നിൽക്കാനായിട്ട്. പുള്ളിക്കാരി വൃത്തിയുടെ പ്രോബ്ലമൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് എന്നെ കാര്യമായിട്ട് നോക്കിയത് മോളിച്ചിയും ജേസപ്പച്ചനുമായിരുന്നു. അതുകൂടാതെ ആക്സിഡൻറ്റ് കഴിഞ്ഞ് അന്ന് മുതൽ കൺസിസ്റ്റൻ്റായിട്ട് ആഴ്ചകളോളം ജെയിംസപ്പച്ചൻ പറഞ്ഞു ഇവനെ നമുക്കൊരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണമെന്നും പറഞ്ഞ് എന്നെ പേഴ്സണലായിട്ട് സ്വന്തം മക്കളെക്കാൾ ഉപരി കൊണ്ടുപോയി കാണിക്കുകയും ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ വേറൊരു എക്സാമ്പിളോടെ അല്ലെങ്കിൽ വേറൊരു കഥ ഞാൻ കേട്ടിട്ടുള്ളത്, എൻ്റെ അമ്മ വീട്ടിൽ മോളി കൊച്ചമ്മയ്ക്ക് 4 സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത്. ഇളയാളുടെ പേര് എബി ജേക്കബ്. അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നപ്പോൾ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. പുള്ളി 4 പെങ്ങന്മാരിൽ ഏറ്റവും മൂത്തതായിട്ട് പെരുമാച്ചയിൽ വന്നത് ജേസപ്പച്ചനാണ്. അന്ന് എബിച്ചായൻ, അതായത് ഒരേ ഒരളിയൻ, അന്ന് ചെറുപ്പത്തിൽ വഴക്കുണ്ടാക്കി എനിക്ക് ബസ്സേ കയറി എനിക്ക് ടോയ് മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പം അന്ന് പുല്ലാനപ്പള്ളിയിൽ അല്ലെങ്കിൽ കോട്ടയത്ത് തന്നെ ബസ്സുകൾ ധാരാളമുള്ള ഒരാളായിരുന്നു ജെയിംസപ്പച്ചൻ. അദ്ദേഹം ആ സമയത്ത് സ്വന്തം കുഞ്ഞളിയന് വേണ്ടി കോട്ടയത്ത് മടങ്ങിപ്പോയി തിരിച്ച് ജോളി മോട്ടേഴ്സ് ഓടിച്ച് ഒറ്റയ്ക്ക് വന്ന് സ്വന്തം അളിയനെ അതിൽ കയറ്റി കടയിൽ കൊണ്ടുപോയി സാധനം മേടിച്ചു കൊടുത്തു. അതിന് മാത്രം സ്നേഹവും അത്രയും ആ വിശാല മനസ്കതയുള്ള സ്നേഹത്തിൻ്റെ ഒരു വ്യക്തിയായിരുന്നു. On behalf of Perumacheral family, I would like to take this opportunity to extend the deepest condolences and may God be with him and rest in peace. And thank you everyone. God bless him. താങ്ക് യു പ്രിജോ. അടുത്തതായിട്ട് ജെയിംസപ്പച്ചൻ്റെ ഫസ്റ്റ് ഗ്രാൻഡ് സൺ ജോഷുവ എബ്രഹാമും മരിയ എബ്രഹാമുമാണ് നമ്മളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ജോഷുവായും മരിയയും ഹ്യൂസ്റ്റണിൽ നിന്ന് അവറാച്ചൻ്റെ കുട്ടികളാണ്. ജോഷുവ. Good evening, everybody. I just want to talk a little about my Appachan. My Appachan was very special to me. My Appachan stayed with me until I was 3 years old. My Appachan and Ammaji watched me when my dad and mom goes to work. I remember my Appachan strolling around the block on the stroller. Even though he couldn't walk good, even though my mom and dad get angry at me, my Appachan never get angry at me. I remember whenever my Appachan see me, Appachan always say, Joshua, Ummala. I was very sad when Appachan moved to Atlanta. I am going to remember the time my Appachan spent with me in my rest of my life. Appachan, I want to tell you that I never forget you. I will always remember you. I love you, Appachan. Thank you, Joshua, for your touching and emotional sharing. അടുത്തതായിട്ട് അപ്പച്ചൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ചാക്കോച്ചൻ്റെ മക്കൾ നത്താനിയൽ ജേക്കബ് ജെയിംസ്, ഡേവിഡ് ആൻഡ് ഐസക്. Good evening, everybody. I'm going to tell you a speech about my Appachan. My Appachan was the best Appachan ever. Appachan was very nice to us. I always see my Appachan with a smiling face. My Appachan always wants hugs and kisses. I remember when I was little helping Appachan with his medications. Appachan loved us a lot. Appachan was being very good. That is why Appachan is in heaven. Appachan never gets mad at me. Appachan, we all love you always.
Apachan was very nice to me. I will miss him very much. Apachan is in heaven, so we should be happy. I love you, Apachan. Thank you for every day. അടുത്തതായിട്ട് നമ്മുടെ സുജചേച്ചിയുടെ ഇല്ലിക്കാട്ടിൽ കുടുംബത്തെ പ്രതിനിധീകരിച്ച് ഫിലിപ്പ് ജോസഫ് ഇല്ലിക്കാട്. സേവനത്തിൻ്റെയും പാതയിൽ കൂടി ഏതാണ്ട് 72 വർഷം പിന്നിട്ട് ചുരുക്കത്തിൽ മൊഴിയാനിക്ക് നല്ല ഒരു മാതൃക ഭർത്താവായിട്ട്, അതുപോലെ തന്നെ സുജിക്കും അവറാച്ചനും ചാപ്പച്ചനും ഒക്കെ നല്ല ഒരു അച്ചാച്ചനായിട്ട്, കൂടാതെ കൊച്ചുമക്കൾക്ക് നല്ല ഒരു ഗ്രാൻഡ്പയും, അതുപോലെ തന്നെ സഹോദരങ്ങളുടെ അദ്ദേഹത്തിന് 2 അനുജന്മാർക്കും പെങ്ങന്മാർക്കുമൊക്കെ നല്ല ഒരു ജ്യേഷ്ഠമായിട്ട് ജീവിച്ച് നല്ല വ്യക്തിമുദ്ര അവതരിപ്പിച്ച ഒരാളായിരുന്നു ജെയിംസിൻ്റെ സംശയം എനിക്ക് പറയാൻ സാധിക്കും. സുജയുടെയും ബേബിയുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിനും കൂടുതൽ ബന്ധപ്പെടുന്നതിനും കൂടുതൽ അടുത്തിടപെടുന്നതിനും നമുക്ക് സാധിച്ചത് ചാക്കോച്ചൻ്റെ കൂടെ മരിയായിട്ട് അനുഭവം താമസിച്ചതിന് ശേഷമാണ്. ആദ്യമായിട്ട് ഈ കുടുംബത്തിൽ പറയുവാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ആദ്യം പറയാനുള്ളത്, പ്രാർത്ഥനാപരമായ രീതിയിൽ മുൻപോട്ട് പോകുന്ന ഒരു കുടുംബമാണ്. ഞാൻ പോരുന്ന വഴിക്ക് അപ്പച്ചൻ്റെ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ആ കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ നന്നായിട്ട് ചിരിച്ച്, നല്ല ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ ചിരിക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ട് നമ്മളെ സ്വീകരിച്ച് ആനയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഇരിക്കുന്ന പലരും മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്തവരാണ്. ഒരുപക്ഷെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജി പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും, നന്നായി ചിരിക്കുന്നവരുടെ മനസ്സിൽ യാതൊരുവിധ കളങ്കവും ഇല്ലാത്തവരാണ്. അതിനുള്ള ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ ഇരിക്കുന്ന ജെയിംസ് അങ്കിൾ. രണ്ടാമതായിട്ട് 28 വർഷത്തോളം അദ്ദേഹം നല്ല ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് സക്സസ്ഫുള്ളായ ഒരു ബിസിനസ്മാനായി തീർന്നതാണ്. അദ്ദേഹത്തെ പറ്റി പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് വർത്തമാനം പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാട്ടിലൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. പക്ഷേ അതിനെയൊക്കെ അവഗണിച്ച് തൻ്റെ ഇടമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു മകൾ വ്യക്തിയായിരുന്നു. ഈ അടുത്ത നാളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോടൊപ്പം ബിസിനസ് ഡീൽ ചെയ്തിരുന്ന ഒരാളെ എനിക്ക് പരിചയപ്പെടുവാനിടയായി. അദ്ദേഹം പ്രകാരമായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് പിലാരപ്പള്ളിയിലെ ജെയിംസിനോട് ബിസിനസ് ചെയ്യുന്നത് ഇതുവരെ ഒന്നും ഒരു വാക്കുപോലും പറയേണ്ടി വന്നിട്ടില്ല. വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥപരമായ രീതിയിലാണ് അദ്ദേഹം ഞാൻ ഇത്രയും നാൾ ബിസിനസ് ചെയ്തെന്ന് പറയുകയുണ്ടായി. എനിക്കത് കേട്ട് കഴിയുമ്പോൾ വളരെ സന്തോഷമുണ്ടായി. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെ കുറവായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. അടുത്തതായിട്ട് കഴിഞ്ഞ 6-7 മാസങ്ങളായി രോഗത്തിലൂടെ ഇരിക്കുകയായിരുന്നു. എന്തുവരെയെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ചിരിച്ചുകൊണ്ട് നമ്മളെ ഒന്നും അറിയിക്കാതെ ആ മുഖത്ത് യാതൊരുവിധ ദുഃഖലക്ഷണങ്ങളും ഇല്ലായിരുന്നു. കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹവുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പൊരുത്ത വഴിക്ക് ഞാൻ ഓർക്കും അപ്പച്ചൻ ഇപ്പോൾ ഉടനെ മരിക്കില്ലായിരുന്നു. പക്ഷേ ദൈവം മരിച്ചായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ദൈവസന്നിധിയിൽ നിന്ന് എടുക്കപ്പെട്ടു. ഈ അവസരത്തിൽ നമുക്ക് മാത്രമേ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഈ ഡിപ്പാർച്ചർ ഈ കുടുംബത്തിനും അതോടൊപ്പം ഒരു വലിയ കുടുംബമായ പിലാരപ്പള്ളി കുടുംബത്തിനും നമ്മുടെ ഈ സമൂഹത്തിനും തീരാൻ നഷ്ടമാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കുക, ഇന്ന് ഞാൻ നാളെ നീ. Thank you, Philip Chadai, for the meaningful thoughts you have shared. അടുത്തതായിട്ട് ചാക്കോച്ചൻ്റെ വൈഫ് സ്മിതയുടെ ഡാഡി ഫ്രോം ഒഹയോ, ചെമ്പലക്കുഴിയിൽ ജോയി ചെയ്യുന്നത്. Good evening, Father Dominic
ആൻഡ് യങ് ക്ഷമാച്ചൻ. ഞാനിപ്പോൾ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ ഒരു ഓർഡറിൽ പറയാനുള്ള മാനസിക കണ്ടീഷനല്ല. പിന്നെ ചാക്കോച്ചൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലോട്ട് ഓടി പറഞ്ഞു പോകുന്ന പല പല കാര്യങ്ങളിൽ ചിലതെടുത്ത് പറയാം. പപ്പ പണ്ട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് സ്ട്രെസ് വരുമ്പോൾ ട്രാങ്ക്വിലിറ്റി ആൻഡ് സെറനിറ്റി എന്നുള്ള 2 വാക്കുകൾ 10 പ്രാവശ്യം പറഞ്ഞാൽ സ്ട്രെസ് കുറഞ്ഞു കിട്ടുന്നു. എവിടെയോ പപ്പ വായിച്ച ഒരു പുസ്തകത്തിലുള്ളൊരു പ്രയോഗമാണ്. ഈ 2 വാക്കുകൾ അർത്ഥം എനിക്കറിയാം. ഈ 2 വാക്കുകൾ എവിടെ ചെന്ന് കണ്ടുപിടിക്കാമെന്ന് നോക്കിയപ്പോൾ ഈ ഫോട്ടോകൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ മുഖത്ത് കണ്ടത് ഈ 2 വാക്കുകളാണ്, ട്രാങ്ക്വിലിറ്റി ആൻഡ് സെറനിറ്റി. ഒരു മനുഷ്യന് സാധാരണ മുഖത്ത് ആങ്സൈറ്റി, ടെൻഷൻ, സ്ട്രെസ്, ഫിയർ, റിസ്ക് ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. അച്ഛൻ്റെ മുഖത്ത് ഒരിക്കലും കാണാത്ത, എപ്പോഴും കാണുന്ന 2 കാര്യങ്ങളാണ് ഈ ട്രാങ്ക്വിലിറ്റി ആൻഡ് സെറനിറ്റി എന്ന് പറയുന്നത്. 72 വർഷത്തെ വേൾഡ്ലി ലൈഫ്, 49 years ഓഫ് മാരീഡ് ലൈഫ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ആരോഗ്യം മോശമായ അവസ്ഥയിൽ ഒരിക്കലും മുഖത്ത് ഒരു തരത്തിലുള്ള ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും കാണിക്കാതെ 2 ആഴ്ച മുമ്പ് ശാന്തമായ രീതിയിൽ ആസ് യൂഷ്വൽ ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ ചോദിച്ചു, നീ എന്നാ വരുന്നെന്ന്. നമ്മുടെ ചമ്മച്ചൻ പറഞ്ഞതുപോലെ ഇനി കാണാൻ നമ്മുടെ വേൾഡിൽ ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ പറ്റത്തില്ല. But with our Christian faith and belief, we can say we will see him again. We don't know when. ഈ അവസരത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 1-2 ചെറിയ കാര്യങ്ങളിൽ ഓർത്തു പോവുകയാണ്. അച്ഛൻ വർഷങ്ങളായിട്ട് സ്ട്രോക്ക് വന്നപ്പോൾ he was not in a good condition, but still he was attended well with the maximum care, love and devotion, dedication by Murugachima. As a wife, അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ നമുക്കെല്ലാവർക്കും ഒരു ഭാര്യ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ അവർ ചെയ്തത് ഇറ്റ് വാസ് സോ ഇമ്മൻസ്ലി, നമുക്ക് ഒരിക്കലും അതിനെ ഇതായിട്ട് പറയാൻ പറ്റത്തില്ല. I don't know how we can say the real work and effort. 8 മണിക്കൂറില്ല, 12 മണിക്കൂറില്ല, 24 hours a person watching and attending somebody with that much love, ഒരു മടിയുമില്ല മടുപ്പുമില്ലാതെ. അതുപോലെ തന്നെ ചാക്കോച്ചൻ മാക്സിമം സമയം അച്ഛൻ്റെ അടുത്ത് as a son, his contribution and his service is also highly commendable. ചാക്കോച്ചൻ ഒരിക്കൽ പറഞ്ഞു, എന്നോട് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്, പിന്നെ അച്ഛൻ ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ സ്മിതാ's service was highly good. I am so proud of Smita to hear that. അതുപോലെ തന്നെ സുജിയും അവർ അച്ഛനൊക്കെ സമയം കിട്ടുമ്പോഴെല്ലാം ഓടി വന്ന് ഒരു പരിഹരിക്കുമായിരുന്നു. അച്ഛന് സ്നേഹം എല്ലാവരിൽ നിന്നും കിട്ടി. He also gave love to everybody and he was so happy with his grandkids. Especially I still remember how he was calling Isaac minimum 20 times a day when Isaac is moving around. ഈ ലോകത്തിലുള്ള സകല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം കഴിഞ്ഞ് ശാന്തമായിട്ട് നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയിരിക്കുകയാണ്. വേൾഡ്ലി ലൈഫ് ദാറ്റ്സ് ഓൺലി എ ട്രാൻസിറ്റ്, ആസ് എ ട്രാൻസിറ്റ് പാസഞ്ചർ. ഇനി ശാന്തമായ ഒരു ജീവിതം, ആ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അച്ഛനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വി ഹാവ് ടു പ്രേ ഫോർ ഹിം. സോ ലെറ്റ് us remember him in our prayers. That's the only help or only contribution we can do for him. Last thing, my brother Father Stephen Chemalgudi from Nairobi made a special call and told me to convey his regards, his condolence to the entire family, and also my mom from Cleveland. She also cannot come here because of her poor health. ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേക കണ്ടോളൻസ് മുഴുവൻ ചാക്കോച്ചനും സുജിക്കും അവറാച്ചനും നിർത്തുന്നു. താങ്ക് യു. അടുത്തതായിട്ട്
അപ്പച്ചൻ്റെ അനിയൻ്റെ മകൻ ന്യൂയോർക്കിൽ നിന്നും പുല്ലാനപ്പള്ളിൽ അലക്സ് എബ്രഹാം തൻ്റെ ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. ദുഃഖാർത്തരായ ബന്ധുമിത്രാദികളെ, നാം എല്ലാവരും എന്നോടൊന്നും ചെയ്തു തന്നിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാമായ അച്ഛൻ്റെ വേർപാടിൽ ദുഃഖം പങ്കുവയ്ക്കാനും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാനുമാണ്. എൻ്റെ പേരപ്പനാണെങ്കിലും ഞങ്ങളെല്ലാവരും ജെയിംസ് അച്ഛനെ അച്ഛൻ എന്നാണ് സ്നേഹത്തോട് വിളിക്കാറ്. കാരണം അച്ഛന് ഞങ്ങളെല്ലാവരും സ്വന്തം മക്കളെ പോലെയാണ്. എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാം, അച്ഛന് എന്നോട് ഒരു പ്രത്യേകം വാത്സല്യമുണ്ടായിരുന്നു. കാരണം അച്ഛനാണ് എൻ്റെ തലതൊട്ടപ്പൻ. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിൽ SH മോഡിൽ അച്ഛനൊരു സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു. കാരണം അച്ഛൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ കൂടിയായിരുന്നു. നാട്ടിലായിരിക്കുമ്പോൾ ഒരു ദിവസം പോലും അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വരാത്ത ദിവസങ്ങളില്ലായിരുന്നു. അതിൽ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്, ഞങ്ങൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ അച്ഛൻ എല്ലാ ദിവസവും ഒരു 7-7:30 മണിയാകുമ്പോൾ ടൗണിൽ നിന്ന് വരുന്ന വഴിക്ക് വീടിൻ്റെ സൈഡിൽ കൂടെ വന്ന് ഞങ്ങൾ ഇരുന്ന് പഠിക്കുന്ന മുറിയുടെ വിൻഡോയിൽ വന്ന് ചെറുതായിട്ട് പൊട്ടി ഞങ്ങളെ ഒന്ന് കളിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു അച്ഛന്. ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അച്ഛനൊരു സ്ട്രോക്ക് ഉണ്ടാകുകയും ഡോക്ടർമാർ വരെ കൈയൊഴിഞ്ഞ ഒരവസ്ഥയുണ്ടായി. അതിൽ നിന്നും ആരോഗ്യവാനായി തിരിച്ചു വന്ന് നമ്മുടെ കൂടെ ഇത്രയും നാളും ജീവിച്ചത് അച്ഛൻ്റെ ഒരാളുടെ ഡിറ്റർമിനേഷനും മോളി ആൻറ്റിയുടെയും ചാക്കോച്ചൻ്റെയും അവറാച്ചൻ്റെയും സൂചേച്ചിയുടെയും എല്ലാം സ്നേഹം നിറഞ്ഞ പരിചരണം കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഈ സമയത്ത് എനിക്കിവിടെ വരുവാനും അച്ഛനുമായി നല്ല കുറേ സമയങ്ങൾ ചെലവഴിക്കാനും സാധിച്ചു. വളരെ സന്തോഷവാനായി പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ ഒത്തിരി ചിരിക്കുകയും എല്ലാം ചെയ്തു. അതൊരു ദൈവകൃപയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അച്ഛനെ അധികം വേദനിപ്പിക്കാതെ ദൈവം ഞങ്ങളുടെ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെ അടുത്തേക്ക് സ്വർഗത്തിലേക്ക് അച്ഛനെ വിളിച്ചുകൊണ്ട് പോയതിൽ നമുക്ക് ആശ്വസിക്കാം. കത്തോലിക്ക സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. കനാനായി കാത്തലിക് അസോസിയേഷൻ ഓഫ് ജോർജിയയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് സന്തോഷ് ഉപ്പൂട്ടൽ അനുശോചന സന്ദേശം അറിയിക്കുന്നു. പുല്ലാനപ്പള്ളിയച്ഛൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, വേർപാട് തികച്ചും വേദനാകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് തങ്ങൾ സ്നേഹിക്കുന്നതും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളായാൽ അത് അതീവ ദുഃഖവുമാണ്. അച്ചായന്റെ 72 വർഷക്കാലയളവിൽ ഒരു മകനായി ജനിച്ച് സഹോദരനായി വളർന്ന് സംതൃപ്തകരമായ കുടുംബജീവിതം നയിച്ച് 6 കൊച്ചുമക്കളുടെ അപ്പച്ചനായപ്പോൾ അച്ചായന്റെ ജീവിതം ദൈവാനുഗ്രഹം നിറഞ്ഞതായി ഞാൻ കാണുന്നു. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ അത്രയും അടുപ്പം എനിക്ക് അച്ചായനുമായി ഇല്ലായിരിക്കാം. എങ്കിലും ഈ അടുത്ത നാളുകളിൽ അച്ചായനുമായിട്ട് വളരെ അടുത്തിടപെടുവാനും അച്ചായനോട് പ്രാർത്ഥിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചു. ഇവിടുത്തെ ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ചാക്കോച്ചിന്റെ വീട്ടിൽ വെച്ച് അച്ചായന്റെ ഒരു അനുഗ്രഹം മേടിക്കുവാനും ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടുത്തെ കരോള്
ചാക്കോച്ചൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ക്യാൻഡി എടുത്ത് അച്ഛനെ പൊളിച്ച് അച്ഛൻ്റെ വായി കൊടുക്കുവാനും എനിക്ക് സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായി തന്നെ ഞാൻ കാണുന്നു. തൻ്റെ ജീവിത പങ്കാളിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന മോളിമമ്മിക്കും 3 മക്കളിൽ KCG ജോയിന്റ് സെക്രട്ടറിയായ സുജ ഇലക്കാട് ഫാമിലിക്കും ഹോസ്റ്റലിൽ താമസവും ആയിരിക്കുന്ന എബ്രഹാം പുല്ലാൻപള്ളി ഫാമിലിക്കും KCG ലെസ് ബോർഡ് മെമ്പറായ ചാക്കോച്ചൻ പുല്ലാൻപള്ളി ഫാമിലിക്കും ഉള്ള ജ്ഞാനായ കാത്തലിക് അസോസിയേഷൻ ജോർജിയയുടെ പേരിലുള്ള ഈ ചർച്ചിന്റെ പേരിലുള്ള അനുശോചനം അറിയിക്കുകയും ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യുന്നുള്ളൂ. നന്ദി. താങ്ക് യു സന്തോഷ്. ജെയിംസ് അപ്പച്ചൻ നമ്മുടെ ഹോളി ഫാമിലി ജ്ഞാനായ കത്തോലിക്ക ഇടവക സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. നമ്മളോട് എല്ലാവരോടും ഒന്നു ചേർന്ന് ലിറ്റർജിയിൽ പങ്കെടുത്തിരുന്നു. ജ്ഞാനായ കാത്തലിക് ഹോളി ഫാമിലി ജ്ഞാനായ കാത്തലിക് ഇടവക സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ട്രസ്റ്റി ജേക്കബ് അത്തിമറ്റത്തിൽ അനുശോചനം അറിയിക്കുന്നു. ജെയിംസ് അപ്പച്ചൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന മോളി ആൻറ്റി, അവറാച്ച, സഞ്ജി ആൻഡ് ചാക്കോച്ച, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, ആദ്യമായി എൻ്റെ പേരിലും അത്തിമറ്റത്തെ കുടുംബത്തിൻ്റെ പേരിലും ഹോളി ഫാമിലി ജ്ഞാനായ കാത്തലിക് ചർച്ച് അറ്റ്ലാന്റയുടെ പേരിലുള്ള അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ചർച്ചിനെ പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ ഓർമ്മ ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു പോവുകയാണ്. ഹോളി ഫാമിലി പള്ളിയുടെ തുടക്കത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ എല്ലാം ഈ ഇടവക സമൂഹത്തോട് ഒരുമിച്ച് പങ്കുചേരുകയും അന്ന് നമുക്ക് സ്വന്തമായിട്ട് ഒരു പള്ളി ഇല്ലായിരുന്ന അവസരത്തിൽ പെർക്കമാസ് ഹൈസ്കൂളിൻ്റെ ലൈബ്രറിയിൽ നമ്മൾ കുർബാന നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിലും അപ്പച്ചനോട് വരികയും വീൽ ചെയറിൽ സ്ട്രോക്ക് വന്നതിന് ശേഷം ഒരു സൈഡ് തളർന്ന അവസരത്തിൽ ബേബിച്ചൻ്റെയും ചേച്ചിയുടെയും കൂട്ടത്തിൽ വീൽ ചെയറിൽ വരികയും ഏത് സമയത്തും അച്ചാച്ചനോട് സംസാരിക്കുമ്പോൾ ഞാൻ 2 കാര്യം അപ്പച്ചനിൽ നിന്ന് ഞാൻ നോട്ട് ചെയ്തിരുന്നു. ഒന്ന്, അപ്പച്ചൻ വളരെ സൗമ്യ മനസ്കനായിരുന്നു, വളരെ ക്വയറ്റ് ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ കാര്യം വളരെ പ്ലസന്റ് ആയിരുന്നു, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ചിരിയുടെ ഉടമയായിരുന്നു. തീർച്ചയായും അപ്പച്ചൻ്റെ ഈ വേർപാടിൽ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും ദുഃഖിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഒരേ ഒരു കാര്യമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായും അപ്പച്ചൻ്റെ ജീവിതം ഇനിയും മുമ്പോട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്പച്ചൻ്റെ 2 ക്വാളിറ്റീസും, അതായത് സൗമ്യ മനസ്കതയും അതുപോലെ സന്തോഷത്തോടെയുള്ള ചിരിയും, അച്ചാച്ചൻ്റെ അത് നമ്മൾ മക്കൾ അത് കണ്ടിന്യൂ ചെയ്യുക എങ്കിൽ അച്ചാച്ചൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലും തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായും ഒരിക്കൽ കൂടി എല്ലാവർക്കും അനുശോചനം ഹോളി ഫാമിലി ജ്ഞാനായ കാത്തലിക് ചർച്ചിന്റെ പേരിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ജേക്കബ്. അടുത്തതായി ഹോളി ഫാമിലി പാരീഷിലെ DRE മിസ് മീന വട്ടക്കുന്നത്ത് നമ്മുടെ ഇടവക സമൂഹത്തിൻ്റെ ഇടപാട ക്ലാസ്സുകളിൽ നെയ്ത്തനും ഡാനിയലും സെറീനയും ഒക്കെ സജീവ പങ്കാളിത്തമുള്ളവരാണ്. ചാക്കോച്ചനും സ്മിതയും നമ്മുടെ CCD ടീമിൻ്റെ പാർട്ടാണ്. CCD ടീമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മീന വട്ടക്കുന്നത്ത്. Good evening everybody. Today we remember a person, a parent, and above all a loving grandfather, James Appachan. On behalf of all the CCD teachers of this parish, I extend our heartfelt prayers and condolences to the Pulanapalli family, especially to the grandchildren Nathaniel, David, Isaac, Serena, and also Joshua and Maria. God took your Appachan into his loving arms so that he can get a much needed rest from his suffering and pain. He is at peace now with Jesus.
we, all the teachers of this parish, pray that God will help you to remember the wonderful times that you shared with your Appachan, especially the loving memories you have of him, and may God comfort all of you. For the rest of the family too, we pray that you find comfort and solace in the company and presence of your loving family members and the church family gathered here, because a few years ago we were in the same position too. We lost our Appachan too a couple of years ago, and it was the love and care of this small church family that helped us pull through. May God bless you all. താങ്ക് യു മീന. ഒഴുക്കത്തോടെ നാം എല്ലാവരും ഇനി ദിവ്യബലി അർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഷെയറിങ്ങും എല്ലാം നമ്മൾ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഓൾ. മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവൻ